എൻ്റെ പേര് സോണിയ ജിനു. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അശമന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമാകുന്നു. 2017 കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 8 ആഴ്ചയായപ്പോഴത്തേക്ക് അതെനിക്ക് അബോഷനായി. പിന്നീട് പ്രഗ്നൻ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2019 മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എൻ്റെ ഭർത്താവ് പഠിച്ചിരിക്കുന്നത് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൗൺസിലിംഗ് ആയതുകൊണ്ട് സ്കൂളുകളിൽ ജോലി കിട്ടാൻ. അപ്പോൾ എൻ്റെ ഒരു നിയോഗം കുഞ്ഞുണ്ടാവണം എന്നുള്ളതും ഭർത്താവിന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഉടനെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് ഉത്തർപ്രദേശിലൊരു സ്കൂളിൽ ജോലി ലഭിച്ചു. അപ്പോൾ ഭർത്താവിന് അവിടുത്തെ കൗൺസിലറായിട്ടും എനിക്ക് അവിടുത്തെ സ്കൂൾ നേഴ്സായിട്ടാണ് ജോലി കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പോകണോ വേണ്ടയോ, കാരണം ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ ജോസഫ് അച്ഛൻ്റെ ഇടവകയിൽ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉടമ്പടിയെ പറ്റി നിങ്ങൾ വ്യാകുലരാകേണ്ട, അത് മാതാവ് നോക്കിക്കോളും. നിങ്ങളുടെ ഒരാവശ്യമായിരുന്നു ഭർത്താവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള ജോലി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ നിങ്ങളതിന് പോയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. പിന്നെ സാധിക്കുന്ന രീതിയിലെല്ലാം പ്രാർത്ഥനകൾ തുടരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് തന്നു. 1 മിനിറ്റോളം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട്, ആ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളോട്. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തോളിൽ തട്ടി എന്നെ തിരിച്ച് വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. കൃപാസനം പള്ളി വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അച്ഛനത് പറയുമ്പോൾ ഞാൻ ഗർഭിണി പോലുമല്ല. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗർഭിണിയാകുന്നത്. അപ്പോഴും 8 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബ്ലീഡിങ് ആയി. അപ്പോൾ ബ്ലീഡിങ് ആയി കഴിഞ്ഞപ്പോൾ അന്ന് ഒരു വൈകുന്നേരമാണ് ബ്ലീഡിങ് ആവുന്നത്. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മാതാവിന് മനസ്സിൽ വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കൃപാസനം അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന്. എൻ്റെ മാതാവ് 2020 ജൂലൈ 20 നിങ്ങളൊക്കെ കാണുന്നില്ലേ, ഇത്ര മിടുക്കിയായിട്ടുള്ളൊരു കൊച്ചിനെ എനിക്ക് തന്നു. കുഞ്ഞിന് ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഉറവിടം നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാത്തിൻ്റെയും തുടക്കം ബൈബിളിൽ നിന്നാണ്. ആ ബൈബിളിൻ്റെ തുടക്കമായ ജെനസിസ് എന്ന് ഞങ്ങൾ നാമകരണം ചെയ്തു കുഞ്ഞിനെ. ഇത്രയും ഇടുക്കിയായിട്ട് 2 വയസ്സാകുന്നു ഇപ്പം എൻ്റെ കൊച്ചിന്. അതിനുശേഷം പിന്നീട് ഞാൻ OET എക്സാമിന് ട്രൈ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക്, നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയത്. 6-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മാർച്ച് 25 റിസൾട്ട് വന്നു. എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അത് വീണ്ടും പ്രാർത്ഥിച്ച് റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷനിൽ റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ UK സ്കോറായ 300, എനിക്ക് കറക്റ്റ് 300 ആണ് കിട്ടിയിരിക്കുന്നത് റീവാലുവേഷനിൽ. അങ്ങനെ ഞങ്ങൾ പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് പോയി. ഒരിക്കലും ശരിയാവില്ലെന്ന് വിചാരിച്ചൊരു പേപ്പർ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ശരിയായി കിട്ടി. ഇപ്പോൾ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇവിടുന്ന് നേരെ പോകുന്നത് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞാണ്. അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ കന്യാമറിയത്തോടും തിരുക്കുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു.